മച്ചാന്മാരെ പുഴയിൽ നല്ല കുത്തൊഴുക്കുള്ള സമയത്ത് തന്നെ നമ്മൾ കൊമ്പന്മാരെ പിടിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. 15 അടിയുടെ പോളറാണ് നമ്മളിവിടെ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ബെയ്റ്റായിട്ട് മണ്ണിരയാണ് ഉപയോഗിക്കുന്നത്. വരാലും ചെറുമീനൊക്കെ ഈ വെള്ളപ്പൊക്ക സമയത്ത് നമ്മുടെ പുഴയുടെയൊക്കെ സൈഡ് പറ്റി വന്ന് നിൽക്കും. അവന്മാരാണ് നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ നമ്മൾ ചൂണ്ടയിറക്കി അവന്മാരെ കൊടുക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. കടലിലൊക്കെ ഏരി പിടിക്കാൻ ഉപയോഗിക്കുന്ന മുട്ടൻ പോളോട് ഉപയോഗിച്ചാണ് നമ്മളിവിടെ വേടെടുത്താനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ ചൂണ്ടയിറക്കി നോക്കാം. പുഴയിൽ നിന്നും വെള്ളം ശരിക്കും കരയിലേക്ക് വരെ കയറിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ നമുക്ക് പുഴയുടെ സൈഡിൽ മണ്ണീര കോർത്തിട്ട് നോക്കാം. എന്ത് മീനാണ് അടിക്കുക നമുക്ക് ഒട്ടും പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. വലിയൊരു ഫ്ലോട്ട് ഇട്ടിട്ടുണ്ട്. പുഴയുടെ സൈഡാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല ഒഴുക്കുള്ള സമയമാണിത്. അതുകൊണ്ട് നമ്മൾ വെയിറ്റ് അല്പം കൂട്ടിയാണ് ഇട്ടിരിക്കുന്നത്. മണ്ണീര നമ്മൾ മെടഞ്ഞു കോർത്ത് നമ്മളിവിടെ ഇറക്കാനായിട്ട് പോവാണ്. നോക്കാം എന്ത് മീനാണ് നമുക്ക് അടിക്കുകയെന്ന്. ചോക്ക് കട്ട്ല എന്ന് വേണ്ട, സകല മീനുകളും പുഴയിലുള്ള ടൈമാണിത്. വലിയ പോൾ റോഡായതുകൊണ്ട് നമുക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ ഇച്ചിരി പാടാണ്. നമുക്ക് അത്യാവശ്യം ദൂരത്തേക്ക് തന്നെ വിട്ടിട്ടുണ്ട്. ഈ ഫ്ലോട്ട് നമ്മൾ നിരീക്ഷിച്ച് നിൽക്കണം. ഈ സമയത്ത് വേണമെങ്കിൽ അടി പൊട്ടാം. ബോട്ടടിച്ച് താത്തുമ്പോൾ തന്നെ തീപാറ ഒരു ഹുക്കപ്പ് കൊടുത്ത് അങ്ങനെ ചൂണ്ടയിൽ ലോക്കാക്കണം. അതാണ് നമ്മൾ ടാർഗറ്റ്. നമ്മൾ ഫ്ലോട്ടിലെ ഓരോ ചെറിയ ചലനം പോലും നിരീക്ഷിച്ചാണ് നിൽക്കുന്നത്. ചപ്പുള്ള ഭാഗത്തേക്ക് നമ്മുടെ ബെയ്റ്റ് വിടാണ്ട് ഒന്ന് നോക്കണം. ഇത് ടാസ്ക്കാണ്. മീനടിച്ചാൽ നമ്മളെന്തായാലും അങ്ങനെ പൊക്കിയിരിക്കും. കറക്റ്റായിട്ട് ഫ്ലോട്ട് നിരീക്ഷിച്ച് നിൽക്കുകയാണ്. ഈ സമയത്ത് വേണമെങ്കിലും ഒരു തകർപ്പ ഹുക്കപ്പ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും. എന്ത് മീനാണ് കയറി അടിക്കുകയാണ് നമുക്ക് ഒട്ടും പറയാൻ പറ്റില്ല. ചിലപ്പോൾ നല്ല ചിമ്മിട്ടം ചെറുമീനൊക്കെ കയറി അടിച്ചെന്ന് വരും. അതുകൊണ്ട് തന്നെ നമ്മൾ സദാസമയം ഫുൾ അലേർട്ടിലായിട്ട് നിൽക്കണം. എപ്പടിക്ക് എങ്ങനെ അടിക്കുമെന്ന് ഒട്ടും പറയാനായിട്ട് പറ്റാത്തൊരു സാഹചര്യമാണിത്. വെള്ളപ്പൊക്കം ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തു നിന്നും ഇഷ്ടംപോലെ മീൻ നമ്മുടെ പുഴയിലെത്തിയിട്ടുണ്ട്. വളർത്തുമീനൊക്കെ പുഴയിൽ അടിച്ചു കുത്തി നല്ലൊരു കുത്തി അടിച്ചു വച്ചമാരെ അടിച്ച് കുത്തിപ്പോയി സാധനം പോയി. നല്ലൊരു അടിയാണ് കിട്ടിയത്. നട്ടൊക്കെ ഇഷ്ടം പോലെ പുഴയിലേക്ക് വന്നിട്ടുണ്ട് ഈ സമയത്ത്. അപ്പോൾ നമുക്ക് അവന്മാരെ പിടിക്കാനായിട്ട് പറ്റും. നമുക്ക് നല്ലൊരു കൊത്ത് കിട്ടിയിരുന്നു. പക്ഷെ അത് മിസ്സായിരിക്കുകയാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ തന്നെ ബെയ്റ്റ് ഇറക്കാൻ വീണ്ടും